ചിത്രപ്രിയയെ കാണാതായിട്ടും കൂസലൊന്നും പുറത്തു കാണിക്കാതെ അലൻ. ചിത്രപ്രിയയെ മൊത്ത് ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് അലനെ പിടികൂടുന്നതിൽ നിർണായകമായത്. ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അപ്പോഴും ഒന്നും അറിയില്ലെന്ന ഭാവമായിരുന്നു. വെൽഡറും ഡ്രൈവറുമായി ജോലി നോക്കുകയായിരുന്നു അലൻ. ലഹരിക്ക് അടിമയാണോ എന്ന് പോലീസ് സംശയിക്കുന്നു. കമഴ്ന്നു കിടക്കുന്ന രീതിയിലായിരുന്നു ചിത്രപ്രിയയുടെ മൃതദേഹം. ബാസ്കറ്റ്ബോൾ കളിക്കാരിയായിരുന്ന ചിത്രപ്രിയ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് സ്കൂൾ, നീലേശ്വരം SNDP സ്കൂൾ എന്നിവിടങ്ങളിലാണ് പഠിച്ചത്. ചിത്രപ്രിയ നീലേശ്വരം SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് പൂർത്തീകരിച്ച ശേഷം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് +2 പാസ്സായി. ബംഗളൂരുവിൽ BBA ഏവിയേഷൻ കോഴ്സ് പഠിച്ചു വരികയായിരുന്നു. ചിത്രപ്രിയയെ കാണാതായപ്പോൾ തന്നെ അലനെ തേടി പോലീസ് എത്തി. ശനിയാഴ്ച മുതൽ പെൺകുട്ടി ഒപ്പമുണ്ടായിരുന്നുവെന്ന് ഇയാൾ പറഞ്ഞു. മലയാറ്റൂർ അടിവാരത്തിൽ നിന്ന് സെബിയൂർക്ക് വരുന്ന റോഡിൽ വെച്ച് പിരിഞ്ഞതായും മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പം ചിത്രപ്രിയ പോയിട്ടുണ്ടാകുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പെൺകുട്ടിയുടെ അച്ഛൻ ചോദിച്ചപ്പോഴും സമാന മറുപടിയാണ് നൽകിയത്. അലന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ നിരവധി തവണ പെൺകുട്ടിയെ വിളിച്ചതായി കണ്ടെത്തിയിരുന്നു. ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ട പ്രദേശത്തിന് സമീപമെല്ലാം അലനുമൊത്ത് പോലീസ് എത്തിയിരുന്നു. അപ്പോഴും കുലുക്കമുണ്ടായിരുന്നില്ല. മൃതദേഹം കണ്ടെത്തിയതോടെ പതറി. വിശദമായ ചോദ്യം ചെയ്യലിൽ സംഭവിച്ചതെല്ലാം വെളിപ്പെടുത്തി. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നീങ്ങുന്നത്. മദ്യലഹരിയിലാണ് താൻ കൊലപാതകം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട ചിത്രപ്രിയയും പ്രതി അലനും പഠനകാലം മുതൽ സുഹൃത്തുക്കളായിരുന്നു. ഇവരുടെ സൗഹൃദം വീട്ടുകാർക്കും അറിയാമായിരുന്നു. ചിത്രപ്രിയ ബംഗളൂരുവിൽ പഠിക്കാൻ പോയതു മുതൽ ഇരുവരും തമ്മിലുള്ള അടുപ്പം കുറഞ്ഞു. ബംഗളൂരുവിൽ ചിത്രപ്രിയയ്ക്ക് മറ്റൊരു സുഹൃത്തുണ്ടെന്ന അലന്റെ സംശയമാണ് പ്രശ്നമായത്. ഈ വിഷയത്തെ ചൊല്ലി ഇരുവരും തർക്കങ്ങൾ പതിവായിരുന്നു. സംഭവം നടന്ന ദിവസം ചിത്രപ്രിയയുടെ അച്ഛൻ ഷൈജുവും അമ്മ ഷിനിയും നാട്ടിലെ അയ്യപ്പ സേവാ സംഘത്തിന്റെ അയ്യപ്പൻ വിളക്കിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു. താലപ്പൊലിയിൽ പങ്കെടുക്കാൻ മകൾ എത്താതിരുന്നപ്പോൾ അച്ഛൻ ചിത്രപ്രിയയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഉടൻ എത്താമെന്ന് പറഞ്ഞ മകളേറെ വൈകിയും വരാതായപ്പോൾ അലനെയും ഫോണിൽ ബന്ധപ്പെട്ടു. സെബിയൂർ റോഡിൽ ചിത്രപ്രിയയെ ഇറക്കി താൻ മടങ്ങിയെന്നായിരുന്നു അലന്റെ മറുപടി. പിന്നീട് ചിത്രപ്രിയയെ പലവട്ടം വിളിച്ചെങ്കിലും ഫോണെടുത്തില്ല. തുടർന്നാണ് ചിത്രപ്രിയയുടെ മാതാപിതാക്കൾ കാലടി പോലീസിൽ പരാതി നൽകിയത്. പോലീസും ഷിനി ജോലി ചെയ്യുന്ന കാറ്ററിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരും പ്രദേശത്താകെ തെരച്ചിൽ നടത്തിയിരുന്നു. 3ാം ദിവസമാണ് അഴുകിയ നിലയിൽ സെബിയൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തിയ ഉടൻ പോലീസ് അലനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മരണം സംബന്ധിച്ച് തനിക്കൊന്നും അറിയില്ലെന്ന് മറുപടി പറഞ്ഞ അലനെ പോലീസ് വിട്ടയച്ചെങ്കിലും നിരീക്ഷണത്തിൽ വെച്ചു. പിന്നീട് പോലീസ് CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ചിത്രപ്രിയയും അലനും ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ കിട്ടി. വീണ്ടും കസ്റ്റഡിയിലെടുത്ത് തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ അലൻ കുറ്റം സമ്മതിച്ചു. തലക്കേറ്റ ഗുരുതര പരിക്കാണ് 19-കാരിയെ മരണത്തിലേക്ക് നയിച്ചത്. അമ്പലത്തിലെ ഉത്സവത്തിനായാണ് ചിത്രപ്രിയ ബംഗളൂരുവിൽ നിന്ന് മലയാറ്റൂരെത്തിയത്. എന്നാൽ ശനിയാഴ്ച വൈകിട്ട് മുതൽ ചിത്രപ്രിയയെ കാണാതായി. കടയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ചിത്രപ്രിയ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നീട് തിരിച്ചെത്തിയിരുന്നില്ല. അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. അതേസമയം തലയിൽ ഒന്നിലേറെ ഭാഗത്ത് ഗുരുതര പരിക്കേറ്റിട്ടുണ്ടെന്നും ആന്തരിക രക്തസ്രാവവും മരണകാരണത്തിന് ഇടയാക്കിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു.